ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ശരിക്കും പറഞ്ഞ ഒരു മരം പോലെയാണല്ലോ. അതെ. അതിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉണ്ട്, ഗൂഗിൾ ആഡ്സ് ഉണ്ട്, SEO ഉണ്ട്, ഇനിയിപ്പം നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ ഒരു വ്യത്യാസം പലർക്കും ഇപ്പോഴും എന്തല്ല തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അല്ല, ഇതിനെ സെപ്പറേറ്റായ ക്യാമ്പയിൻസോ അല്ലെ സെപ്പറേറ്റായി കാണാത്തോടത്തോളം അതിൽ നിന്നുള്ള കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടൂല. തീർച്ചയായിട്ടും. അത് ഇപ്പം നമ്മളിപ്പം മാർക്കറ്റിംഗ് തന്നെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഏതൊരു ബ്രാൻഡും കൂടുതലായിട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒരു ഇയർലി ഇട്ടിട്ട് അത് എല്ലാ മേഖലയിലേക്കും, ഈവൻ ഹോർഡിങ്, ബിൽ ബോർഡ്സ് കാര്യങ്ങൾ, ബസ് ബ്രാൻഡിങ്, അതിന് എല്ലാ തരത്തിലും സ്പെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ട്. കമ്പയർ ടു ഇപ്പം ഞാൻ ഇന്ത്യയിൽ സെയിൽസിൽ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോൾ UAE കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും നാട്ടിലെ സ്പെൻഡിങ്ങും ഇവിടുത്തെ സ്പെൻഡിങ്ങും നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നാട്ടിലാണ് ഹ്യൂജ് സ്പെൻഡിങ്.